12 ഇഞ്ച് ഡ്രൈവ് വരുന്ന മോഡലാണ്. ഒരു മിഡ് റേഞ്ച് വരുന്നുണ്ട്, ട്യൂട്ടർ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടോണിൻ്റെ സ്പീക്കറുണ്ട്. വിൻറ്റേജാണ്, വളരെ പഴക്കമുള്ള മോഡലാണ്, പക്ഷേ നീറ്റ് കണ്ടീഷനാണ്. നിങ്ങൾക്ക് ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ്. 40 വാട്ട്സ് 8 ohms. നല്ല നീറ്റാണ് കേട്ടോ. ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് ബേസ് അത്രയും നല്ല ക്വാളിറ്റി. നിങ്ങൾ ഡീറ്റെയിലിങ്ങിൻ്റെ കൂടെ തന്നെ നല്ല ഒരു ബേസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഇപ്പോൾ. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന ഡേവിസ് അക്കോസ്റ്റിക്സിൻ്റെ അത് പ്രീമിയം സ്പീക്കറാണ് കേട്ടോ, ഹൈ എൻഡ് സ്പീക്കറാണ്. അതിൻ്റെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട് തന്നെയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വിത്ത് ബോക്സ്. ആക്സസറീസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാം, ലാൻ കേബിൾ കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഔട്ട് വരുന്നുണ്ട്. അടുത്തത് ഒരു പാനാസോണിക്കിൻ്റെ ഒരു 4K പ്ലെയർ സെയിലുണ്ട് കേട്ടോ, ബ്ലൂറേ പ്ലെയർ. നമസ്കാരം, നമ്മുടെ ആഡിയോ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും മ്യൂസിക് മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് സ്പീക്കേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഈ ആഡിയോ സിസ്റ്റം വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മ്യൂസിക് മോഡൽ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വെള്ളറടയാണ്, ട്രിവാൻഡ്രം ജില്ലയിൽ വെള്ളറട. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയോട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഇന്ന് കാണിക്കുന്നത് ഡയോട്ടോണിൻ്റെ സ്പീക്കറുണ്ട്. വിൻറ്റേജാണ്, വളരെ പഴക്കമുള്ള മോഡലാണ്, പക്ഷേ നീറ്റ് കണ്ടീഷനാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് ഒരുപാട് വിൻറ്റേജിനകത്ത് ഫീച്ചറുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ടോൺ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഈ സ്പീക്കറിനകത്ത്. നിങ്ങൾക്കാണ് ഇവിടെ ഇൻക്രീസ് ചെയ്യാനും ഡിസ്ക്രീസ് ചെയ്യാനും നോർമലിൽ വെച്ച് ഉപയോഗിക്കാനും ഒരു ഓപ്ഷൻ. ഡയോട്ടോണിൻ്റെ 40 വാട്ട്സ് 8 ohms ആണ്. മാർക്ക് 2 എന്നൊരു മോഡലാണ്, മെയ്ഡ് ഇൻ ജപ്പാനാണ്. അപ്പോൾ ഇത് സോൾഡിനുണ്ടോ, നീറ്റ് കണ്ടീഷൻ. ഡ്രൈവ് ഒക്കെ ഉണ്ടോ, അതൊരു പ്രത്യേകതരാണ് ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കോണൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. ഒരു എന്താ പറയുക, പഴയ പാട്ട് കേൾക്കാനായിട്ട് നല്ല നീറ്റാണ്. അപ്പം ഇതും ഫിസിക്കലി വേറെ പ്രശ്നങ്ങളോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്. ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം സ്പീക്കറിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നമ്മുടെ ഇതിനകത്ത് വന്നിട്ട് ഇവിടെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 251 മാർക്ക് 2 ആണ്. ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ്. 40 വാട്ട്സ് 8 ohms. നല്ല നീറ്റാണ് കേട്ടോ. ഇതിനകത്ത് ക്ലീനാണ്. അപ്പോൾ വിൻറ്റേജ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ ടോൺ ഇരിപ്പുണ്ട്. അതിൻ്റെ സ്പീക്കേഴ്സ് ഡ്രൈവുകളെല്ലാം നല്ല നീറ്റാണ്, കേൾക്കാനും നല്ല ടോൺ ഇരിപ്പുണ്ട്. അപ്പം ഈ ഡയോട്ടോണിൻ്റെ സ്പീക്കർ സെയിലിനുണ്ട്. അത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മ്യൂസിക് മോഡൽ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. നമുക്ക് അടുത്ത സ്പീക്കർ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ അടുത്ത സ്പീക്കർ വാർഫഡിൻ്റെ ഇവോ 4.2 ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് ബേസ് അത്രയും നല്ല ക്വാളിറ്റി. നിങ്ങൾ ഡീറ്റെയിലിങ്ങിൻ്റെ കൂടെ തന്നെ നല്ല ഒരു ബേസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഇവോ സെലക്ട് ചെയ്യാം. ഇത് നല്ല ക്ലീൻ പീസാണ് കേട്ടോ, വിത്ത് ബോക്സ് പീസാണ്. ഇതിന് ഗ്രില്ല് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ റിമൂവ് വെച്ച് റിബൺ ട്യൂട്ടറാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, ഒരു ഡ്രൈവ് വരുന്നുണ്ട്, മിഡ് റേഞ്ച് റിബൺ ട്യൂട്ടർ. ഇതും നീറ്റാണ്. ഇതിൻ്റെ നമ്മുടെ എയർ വെൻറ്റ് വരുന്ന അടിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു നമ്മുടെ പോൾക്കിൻ ഉണ്ടായിരുന്ന പവർ പോർട്ട് പോലൊരു ടെക്നോളജിയാണ് വരുന്നത് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസാണ് ഇതിനകത്ത് വരുന്നത്. ബാക്ക് സൈഡ് നോക്കിയാലും നമുക്കിവിടെ ബൈ ആമ്പിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ് കണക്ഷൻ. ഇവിടെ നമുക്ക് വാർഫഡിൻ്റെ ഇവോ 4.2 മോഡൽ നമ്പർ കാണാം. അപ്പം ഇത് നല്ല നീറ്റ് പീസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിലിങ്ങിന് കൂടെ ബേസ്. നമ്മളൊരു ടവർ സ്പീക്കർ കേൾക്കുന്നതിനെക്കാളും പെർഫോമൻസ് ആയത് സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. ഇത്രയും ഉള്ളെങ്കിലും കുഞ്ഞനാണെങ്കിലും ആൾ വമ്പനാണ് പെർഫോമൻസിൽ. അത്രയും നല്ല ഓഡിയോ ക്വാളിറ്റി വരുന്നത്. നിങ്ങൾ ബേസും കൂടി ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുന്നൊരു മോഡലാണ് ഇവോ 4.2. അപ്പോൾ ഇതും സെയിലിനുണ്ട്. ഇത് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് ബാക്കി എൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അത് പരിചയപ്പെടുന്നത് കെൻവുഡിൻ്റെ സബ് ബ്രാൻഡായ ടിറോ, അവരുടെ JL 700 എന്നൊരു മോഡലാണ് കേട്ടോ. ഇത് 3-way സ്പീക്കറാണ്. 12 ഇഞ്ച് ഡ്രൈവ് വരുന്ന മോഡലാണ്. ഒരു മിഡ് റേഞ്ച് വരുന്നുണ്ട്, ട്യൂട്ടർ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 8 ohmsൽ 80 വാട്ട്സ് വരുന്നൊരു മോഡലാണ്. വിൻറ്റേജാണ്, പക്ഷേ പഴയ പാട്ട് കേൾക്കാൻ നീറ്റാണ് കേട്ടോ. നിങ്ങൾ പഴയ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ ടോണാണിത്. നമ്മൾ പഴയ പാട്ടിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വിൻറ്റേജ് സ്പീക്കർ, വിൻറ്റേജ് പാട്ടുകൾ കേൾക്കാനായിട്ട് നല്ലൊരു ക്വാളിറ്റി കിട്ടുന്ന സാധനമാണ്. അതേപോലെ പുതിയ പാട്ട് കേൾക്കാൻ കൊള്ളാം കേട്ടോ. അപ്പോൾ 3-way സ്പീക്കറാണ്. ഇത് നല്ല നീറ്റ് പീസാണ് കേട്ടോ. നിങ്ങൾക്ക് അതിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഇതും സെയിലിനുണ്ട്. ഫ്രണ്ട് രണ്ട് സ്പീക്കർ താഴെ മേലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും സെയിലിനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നിങ്ങൾ കണ്ടോ. ബാക്ക് സൈഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ഇറങ്ങിയപ്പോഴത്തെ എങ്ങനെയാണ് ഇരുന്നത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സ്പീക്കർ. ഇതിൻ്റെ ബാക്കിൽ വരുന്ന അവരുടെ ആ ഒരു പേപ്പർ വെറും പേപ്പറാണ്, പക്ഷേ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഡാമേജ് ആവാതെ നീറ്റായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. ഇത്രയും ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ എൻ്റെ 2 സ്പീക്കർ ടെർമിനൽ വരുന്നുണ്ട്. നീറ്റ് പീസാണ്. ഇതൊക്കെ ഇത്രയും പഴക്കമുള്ള സ്പീക്കേഴ്സൊക്കെ ഇത്രയും ഒരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു സ്പീക്കറും ആണ്. അപ്പോൾ വിൻറ്റേജ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് മ്യൂസിക് മോഡൽ കോൺടാക്ട് ചെയ്യുക. അപ്പം ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന ഡേവിസ് അക്കോസ്റ്റിക്സിൻ്റെ അത് പ്രീമിയം സ്പീക്കറാണ് കേട്ടോ, ഹൈ എൻഡ് സ്പീക്കറാണ്. അതിൻ്റെ ഒരു ബുക്ക് ഷെൽഫ് സ്പീക്കറാണ് കേട്ടോ. ഡേവിസ് അക്കോസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് എഡിഷനാണ്. കാണാം. ഇത് എന്താ പറയുക, അത്രയും ഹെവിയാണ്. ഇത് ചെറിയ കുഞ്ഞനാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. ബുക്ക് ഷെൽഫ് ആണെങ്കിലും നല്ല ഹെവിയാണ്. അത് എനിക്ക് തോന്നുന്നു 25 കിലോ മേളിൽ വെയിറ്റ് വരും ഒരു സ്പീക്കർ തന്നെ. ഇത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡ്രൈവ് ഉണ്ട്, ട്യൂട്ടറുണ്ട്, ഡീറ്റെയിലിംഗ്. അതിൻ്റെ പ്രത്യേകത ഓഡിയോ ഫയൽ നല്ല ക്വാളിറ്റി കിട്ടും. ഓഡിയോ ഫയൽ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കറാണ്. അത്രയും ക്വാളിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2 നെറ്റുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്താണ് നിങ്ങൾ ജസ്റ്റ് കാണിക്കാനായിട്ട്. ഇത് കാണാം, എൻ്റെ ബോഡിയൊക്കെ നോക്കുമ്പോൾ നീറ്റ് കണ്ടീഷനിൽ ഇരിപ്പുണ്ട് കേട്ടോ.
ക്ലീനാണ്. ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 2 സ്പീക്കറുണ്ട്, 2 നീറ്റ് ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ ഡ്രൈവ് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ നെറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാ രണ്ടും നീറ്റ് ആൻഡ് ക്ലീൻ പേഴ്സണാണ് കേട്ടോ. ഡ്രൈവ് നോക്കുക, ഡ്രൈവ് തന്നെ അതൊരു പ്രത്യേക അതിൻ്റെ പേപ്പറിൻ്റെ പ്രത്യേക തരത്തിലൊരു പേപ്പറാണ്. ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫീല്. അപ്പം ഇതാണ് സ്പീക്കറിൻ്റെ ബാക്ക് സൈഡ്. പക്ഷേ അത് നല്ല ഹെവിയാണ് കേട്ടോ. നല്ല നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും നല്ല ഹെവി. ടവർ സ്പീക്കറിൻ്റെ കാര്യം വെയിറ്റ് ഉണ്ട്, അത്രയും ഹെവിയാണ്. ബാക്കിൽ നമുക്ക് ബൈ ആൻഡ് ബി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ നീറ്റാണ് കേട്ടോ. അപ്പം ഇതാണ് ഡേവിസിൻ്റെ ഡേവിസ് അക്കോസ്റ്റിക്സിൻ്റെ ബുക്ക് ഷെൽഫ്. ഫസ്റ്റ് എഡിഷനാണ്. ഇന്ന് ഡേവിസ് അക്കോസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് എഡിഷനാണ്. അത് ഓഡിയോ ഫയൽ ഡീറ്റെയിലിംഗ് കിട്ടുന്ന സ്പീക്കറാണ് കേട്ടോ. അത് പ്രത്യേകം പറയണം. ഹൈ എൻഡ് മോഡലാണ്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സെലക്ട് ചെയ്യാം. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവാണ് എന്നാലും. അപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് മോഡ് കോൺടാക്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് പ്ലെയറാണ് കേട്ടോ. ഒരു ഹൈ എൻഡ് പ്ലെയറാണ്. അതായത് SMSLൻ്റെ DP5 എന്നൊരു മോഡലാണ്. ഇതിനകത്ത് നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഫ്രഷ് പീസാണ്, നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നേ ഉള്ളൂ. ഇതിനകത്ത് എന്താ പറയുക, വിത്ത് റിമോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് തന്നെയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വിത്ത് ബോക്സ്, ആക്സസറീസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതിനകത്ത് ഉള്ള ഡീറ്റെയിലിംഗ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് XLR ഔട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് USB 2 കണക്ട് ചെയ്യാം, LAN കേബിൾ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഔട്ട് വരുന്നുണ്ട്, കോയാക്സിൽ ഔട്ട് വരുന്നുണ്ട്, HDMI ഔട്ട് വരുന്നുണ്ട്, SD കാർഡ് സപ്പോർട്ട് ചെയ്യും. അതുപോയിട്ട് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നമുക്ക് 4 TB വരെ സപ്പോർട്ട് ചെയ്യും. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു അത് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സോങ് സെലക്ഷൻ എളുപ്പമുണ്ട്. അതുപോയിട്ട് ഒരു പ്രീ ആമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഈ കാണുന്ന ഡിസ്പ്ലേ ഉണ്ട്, ഒരു പ്രീ ആമ്പായിട്ട് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് ഇതിനകത്ത് വോളിയം കൺട്രോൾ ബാക്കി കാര്യങ്ങൾ വിത്ത് റിമോട്ട് വരുന്നുണ്ട്. അതേപോലെ പ്രീ ആമ്പായിട്ട് നമുക്ക് പവർ ആമ്പ് ഉണ്ടെങ്കിൽ പ്രീ ആമ്പായിട്ടും ഉപയോഗിക്കാം. അതുപോലെ അതൊരു അത്രയും എല്ലാ ഫീച്ചറുള്ള ഒരു പ്ലെയറാണ് കേട്ടോ. അത് ഓഡിയോ ക്വാളിറ്റി ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ക്വാളിറ്റിയാണ് വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മ്യൂസിക് മോഡ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് പുതിയതിൻ്റെ പ്രൈസ് 68,000 രൂപ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു റീസണബിൾ പ്രൈസിൽ ലഭിക്കും. അപ്പം അതിനെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹം അതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അത് ഒരു പാനാസോണിക്കിൻ്റെ ഒരു 4K പ്ലെയർ സെയിലുണ്ട് കേട്ടോ. ബ്ലൂറേ പ്ലെയറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇത് നമ്മൾ ഇതിനോട് സെയിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് നോക്കാം. അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് HDMI വരുന്നുണ്ട്, LAN കേബിൾ കണക്ട് ചെയ്യാം. അതേപോലെ ഒപ്റ്റിക്കൽ ഔട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റി കിട്ടും. പക്ഷേ നമ്മൾ ഓഡിയോ ഫയലിൻ്റെ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. സിനിമ കാണാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് 4K സപ്പോർട്ട് ചെയ്യുന്ന പ്ലെയറാണ്, ബ്ലൂറേ പ്ലെയർ. അപ്പം സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു പ്ലെയർ പാനാസോണിക്കിൻ്റെ ഇരിപ്പുണ്ട്. അതും കൂടി ഈ ജസ്റ്റ് വീഡിയോ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതും നിങ്ങൾക്ക് അറിയാനായിട്ട് മ്യൂസിക് മോഡെ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. വന്ന പുതിയ സ്റ്റോക്കുകൾ ഒന്നിലുണ്ടായിരുന്നു. പിന്നെ ഒരു വിൻസെൻ്റ് ഒരു ആംപ്ലിഫയർ ഉടനെ വരും. അപ്പോൾ നിങ്ങൾക്കത് നമ്മൾ അടുത്ത വീഡിയോയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കാം. അപ്പം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വെള്ളറടയിലാണ്. പുതിയ സ്റ്റോക്കായിട്ട് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം.